നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താ സൈൻ, എന്താ കോസ്, എന്താ അങ്ങനത്തെ കാര്യങ്ങളാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ അതിന് ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ട്രിഗണോമെട്രിയിൽ ഈ സൈന് കോസ് ഇങ്ങനെ കുറെ ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സൈന് കോസ് ടാന് ഇതൊക്കെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമേ നമുക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ. ഇപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പറഞ്ഞാൽ എന്താണ്? ഒരു ആംഗിൾ എന്തായിരിക്കണം? പിന്നെന്താ 90 ഡിഗ്രി. 90 ഡിഗ്രി. സോ ഇതെന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, യാ. സോ ഇവിടെ ഇത് 90 ഡിഗ്രി ആണ്. ഇവിടെ ഏതാണ് ഹൈപ്പോട്ടന്യൂസ്? ഏതാണ്? BA. ഓക്കെ, AB അല്ലെങ്കിൽ BA ആണ് എന്ത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോ ആംഗിൾ B എന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ബാക്കി വന്ന രണ്ട് സൈഡുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് BC ആണ്, ഒന്ന് AC ആണ്. അപ്പൊ ഇതിൽ ഒരു സൈഡ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആണ്. അല്ലെങ്കിൽ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ എന്താണ്? ഏതാണ് ഓപ്പോസിറ്റ് സൈഡ്? AC. അപ്പൊ അതെല്ലാവരും അറിയണം. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? AC ആണ്. ഓക്കെ, അതേപോലെ ആംഗിൾ ബിയുടെ അടുത്തിരിക്കുന്ന സൈഡ് ഏതാണ്? ഒന്ന് ഇത് ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്. ഹൈപ്പോട്ടന്യൂസ് കൂടാതെ മറ്റേ സൈഡ് ഏതാന്നുള്ളത്? ഏതാണ് അടുത്തിരിക്കുന്ന സൈഡ്? BC. ഓക്കെ, അതിന് നമ്മൾ എന്താ പറയാ? അഡ്ജസന്റ് സൈഡ്. ഓക്കെ, അപ്പൊ അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ ബി എന്ന് വെച്ചാൽ എന്താണ്? BC ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. ഒന്ന് എന്നുള്ളത് ഈ ആംഗിൾ ബി, ഇത് ഞാനിപ്പോ തീറ്റ എന്ന് എടുക്കുകയാണ്, അല്ലെങ്കിൽ ബി എന്ന് തന്നെ എടുക്കുകയാണ്, അല്ലെങ്കിൽ തീറ്റ എന്താ എടുക്കണ്ടേ? തീറ്റ എന്നാണോ അതോ എക്സ് എന്നാണോ? എന്താ എടുക്കണ്ടേ? എക്സ് എടുക്കാം. ഇപ്പൊ ആംഗിൾ ബി എന്നുള്ളത് എക്സ് ആണ്. എക്സ് ചിലപ്പോൾ 30 ഡിഗ്രി ആവാം, അല്ലെങ്കിൽ 40, 50 ഡിഗ്രി ആവാം. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ, അതായത് ഇതിന്റെ സൈന് എന്ന് പറയുന്നത് എന്താ? സൈൻ എക്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതിന്റെ റേഷ്യോനെ പറഞ്ഞ പേരാണെന്ത്? സൈൻ എക്സ്. ഓക്കെ, സോ എങ്ങനെ വരും? ദാറ്റ് ഈസ് AC by AB. AC by AB. ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ AC by AB. AC ആണ് ഓപ്പോസിറ്റ്, AB ആണ് ഹൈപ്പോട്ടന്യൂസ്. അതേപോലെ കോസ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? കോസ് എക്സ്? എന്തായിരുന്നു ഋഷികേഷ? കോസ് എക്സ് എന്തായിരുന്നു? ഓപ്പോസിറ്റ് അല്ല, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഇതാണ് കോസ് എക്സ്, അതായത് BC by AB. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അല്ലെ? ഇതിന് പുറമെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്, അതുപോലെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. അതേപോലെ വേറെ ഒരു ഫംഗ്ഷൻ ആണ് ടാൻ എക്സ്. ഇത് ഞാൻ ചില ആളുകൾക്ക് എടുത്തിട്ടുണ്ടാവില്ല. ടാൻ എക്സ് പറഞ്ഞാൽ ഒന്നുമില്ല. ഇത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മളിവിടെ സൈനും കോസും കണ്ടു അല്ലെ? സൈനും കോസും അതിന്റെ റേഷ്യോ ആണ്. അതായത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് എന്ത്? ടാൻ എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് എന്ത്? ടാൻ എക്സ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സൈൻ എക്സ് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. അപ്പൊ ഇതേ ഡിവൈഡഡ് ബൈ എന്താണ്? കോസ് എക്സ് എന്താണ്? Adjacent by hypotenuse. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ല, കോസ് എക്സ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അത് നമ്മൾ അങ്ങനെ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇതാ ഈ രണ്ട് സംഭവത്തിൽ നമുക്ക് എന്താക്കാം? ഹൈപ്പോട്ടന്യൂസ് എന്താണ്? രണ്ടൊരേ സൈഡിലാണ്. നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം. അപ്പൊ എന്തായിട്ട് മാറും? ടാൻ എക്സ് എന്നാൽ ആക്ച്വലി എന്തായിട്ട് മാറും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് ആവും. ഒന്നുമില്ല. ഇപ്പൊ എക്സിന്റെ സൈൻ എക്സ് പറഞ്ഞാല് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് AC by AB ആണ്. കോസ് എക്സ് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, ദാറ്റ് ഈസ് BC by AB ആണ്. ഇനി ടാൻ എക്സ് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതിനെ ടാൻ എക്സ് എന്ന് പറയുന്നു. അത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവില്ല, അപ്പൊ അത് പുതിയതാണ്, അതും കൂടി അറിയാം. ഇപ്പൊ ടാൻ എക്സ് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്, ഓർ ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? AC by
ബി സി. നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 ഫംഗ്ഷൻ ഇതെന്താണ്. ഇപ്പൊ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ് സൈഡ്, അതുപോലെ എന്താണ് അഡ്ജസന്റ് സൈഡ്, എന്താണ് സൈനസ്, എന്താണ് കോസെക്സ്, എന്താണ് ടാനെക്സ്, ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോ ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതാണ് ഏറ്റവും ബേസിക്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഞാൻ പുതുതായിട്ട് പറഞ്ഞ ടാനെക്സ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. അമൽ നഹിയാൻ ഓക്കെ ആണോ? ഇതൊക്കെ അറിയില്ലേ അമൽ നഹിയാന്? ഓക്കെ. എസബല്ല ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് എന്നാല് ഇത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഓക്കെ, എന്നാ അടുത്ത എടുക്കട്ടെ. ആരെങ്കിലും കഴിയാത്തണ്ടോ? ഓക്കെ. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്നോ, കുറച്ച് ആംഗിൾസ് ഉണ്ട്, അതിന്റെ സൈനും കോസും ടാനും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സൈൻ അറിഞ്ഞിരിക്കണം, കോസ് അറിഞ്ഞിരിക്കണം, ടാൻ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ടാൻ എന്നാൽ ഞാൻ പുതുതായിട്ട് പറഞ്ഞതാണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. എന്തിന്റെയൊക്കെ എന്ന് വെച്ചാൽ ഒന്ന് 45 ഡിഗ്രിന്റെ അറിയണം, മറ്റത് 30 ഡിഗ്രിന്റെ അറിയണം, പിന്നെ 60 ഡിഗ്രിന്റെ അറിയണം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇതിന് സൈന് 3 ഉണ്ടാവും, കോസ് 3 ഉണ്ടാവും, ടാന് 3 ഉണ്ടാവും. ഇപ്പൊ ടോട്ടൽ 9 നമുക്ക് അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ അതൊക്കെ കാണാതെ പഠിക്കുക പറഞ്ഞാല് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് പകരം നമ്മളെ മനസ്സിൽ വേണ്ടത് എന്താണ്? 2 ട്രയാങ്കിൾ നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, സോ അതിലെ ഫസ്റ്റത്തെ ട്രയാങ്കിൾ ആണ് ഞാൻ വരക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ജസ്റ്റ് ഒന്ന് റിവിഷൻ എന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഫസ്റ്റത്തെ ട്രയാങ്കിൾ ഇതാണ്. ഇതെന്താണ്? റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് അല്ലെങ്കിൽ ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഐസോസിലസ് പറയുമ്പോൾ 2 സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് 2 സൈഡ് ഈക്വൽ ആണ്. അപ്പൊ എന്താണ്? ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. സോ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഞാൻ മാർക്ക് ചെയ്ത ആംഗിൾ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതായത് 2 സൈഡുകൾ, അതായത് ഏതൊക്കെ സൈഡുകൾ അവിടെ ഈക്വല്? ഇവിടെ ട്രയാങ്കിൾ 3 സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഏതൊക്കെ സൈഡാണ് ഈക്വല്? ഏതൊക്കെ സൈഡാണ് ഇതിൽ ഈക്വല്? 2. അല്ല, ഏതൊക്കെ സൈഡുകൾ അതിൽ ഈക്വല്? എ ബി ബി സി എ സി ഉണ്ട്, 3 സൈഡുകൾ ഉണ്ട്. അതിൽ ഏതൊക്കെ 2 സൈഡുകളാണ് ഈക്വല്? എ ബിയും ബി സി ആയിരിക്കും അല്ലെ? സോ നമ്മൾ ബി സി 1 എടുക്കുകയാണെങ്കിൽ എ സി എന്തെടുക്കണം? എ ബി എന്തെടുക്കണം? ബി സി 1 ആണെങ്കിൽ എ ബി എന്തായിരിക്കണം? 1. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പൈതഗോറസ് തിയറം പ്രകാരം എ സി എന്തായിരിക്കും? √2. ഓക്കെ, അതെങ്ങനെ കിട്ടുന്നത് പറഞ്ഞുതരാം. നമുക്കറിയാം പൈതഗോറസ് തിയറം എന്താണ്? എന്താണ്? ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് അല്ലെ? ഹൈറ്റ് സ്ക്വയർ ആണ്. അപ്പൊ ഹൈപ്പോട്ടിനസ് സ്ക്വയർ നമുക്ക് എ സി ആണ് കാണേണ്ടത്. അപ്പൊ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ ആണ് 1 ആണ്. ദാറ്റ് ഇസ് 1 സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്താണ്? 1 ആണ്. 1 സ്ക്വയർ ദാറ്റ് ഇസ് 1 + 1 ദാറ്റ് ഇസ് 2 എന്ന് വരും അല്ലെ? സോ എ സി സ്ക്വയർ 2 ആണെങ്കിൽ എ സി എന്താണ്? √2 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? എ സി √2 എന്ന് കിട്ടിയത്. സോ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ 2 ബേസ് ആംഗിൾ ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്. ടോട്ടൽ 180 കാരണം 180 90 എന്തായി? ആംഗിൾ ബിയിൽ പോയി. ബാക്കി വരുന്ന എന്താണ്? 90 ആണ്. ആ 90നെ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിട്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? ആംഗിൾ സിയിൽ 45 ഡിഗ്രി. സോ ഫസ്റ്റ് ട്രയാങ്കിൾ നമുക്ക് ഇതാണ് പഠിച്ചേക്കേണ്ടത്. അപ്പൊ ഈ ട്രയാങ്കിൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്താ? sin 45 നമുക്ക് എങ്ങനെ എഴുതാം? sin 45 നമുക്ക് എഴുതിയൂടെ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? sin 45 എന്താ? AB by AC. അതായത് എത്രയാണ്? 1/√2. അങ്ങനെ എഴുതാം. അപ്പൊ അത് പഠിച്ചല്ലോ, കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ട്രയാങ്കിൾ ആയിട്ട് എഴുതാം 1/√2. ഓക്കെ, സോ സൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ 1/√2. കോസ് എന്താണ്? കോസ് 45 എന്താ? അതന്നെ 1/√2. അതായത് അഡ്ജസന്റ് സൈഡ്, അതായത് ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ അതും എന്താണ്? 1/√2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അമ്മൽ പറയൂ, ടാൻ എന്താണ്? ടാൻ 45 എന്താ? √2/1.
ടാൻ എന്ന് വെച്ചാൽ ഇതല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് ആണ് ടാൻ. ഓക്കെ, അതായത് സോ 1/1 എന്ന് വരും. സോ ദാറ്റ് ഇസ് 1. അപ്പൊ അതും കൂടി പഠിക്കാം. ഓക്കെ, സോ ഒരു ട്രിയാങ്കിൾ അതാണ് പഠിക്കേണ്ടത്. അപ്പൊ അത് പഠിച്ചാൽ നമുക്ക് സൈനും കോസും ടാനൊക്കെ നമുക്ക് എന്താക്കാം, 45 നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ അല്ലേ? സാറേ ടാൻ കിട്ടിയാൽ മനസ്സിലായില്ല. ടാന് പറഞ്ഞാല് നമ്മള് സൈനും കോസും എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഞാൻ ടാന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടാന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റിനാണ് ടാൻ എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ 45 നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? 1 അല്ലേ? അല്ലേ ഋഷികേഷ്? അഡ്ജസ്റ്റന്റ് സൈഡ് എന്താണ്? 1/1 എന്താണ്? 1. ഓക്കെ, ഇനി നമുക്ക് 13ും 16ും അതേപോലെ എന്താകണം, പഠിക്കണം. ഓക്കെ, സോ 13ും 16ും പഠിക്കണമെങ്കിൽ അതും വേറൊരു ട്രിയാങ്കിൾ ആണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ആ ട്രിയാങ്കിൾ നമുക്ക് എന്താക്കാം, ആദ്യം വരക്കാം. ഓക്കെ, അതിന് ഏത് ട്രിയാങ്കിളാണ് വരക്കേണ്ടത്? ഏതോ ട്രിയാങ്കിളിന് മുറിച്ചുണ്ടാക്കിയ ട്രിയാങ്കിൾ അല്ലേ? ഏത് ട്രിയാങ്കിൾ ആയിരുന്നു? ഈ ട്രിയാങ്കിൾ. നേരത്തെ നോക്കുകയാണെങ്കിൽ റൈറ്റ് ആംഗിളിന്റെ ഐസോസെൽസ് ട്രിയാങ്കിൾ ആണ്. അതിന് പകരം ഇപ്പൊ എന്ത് വരയ്ക്കുക? ഇക്വിലാറ്ററൽ ട്രിയാങ്കിൾ വരയ്ക്കുക. എന്താണ് ഇക്വിലാറ്ററൽ ട്രിയാങ്കിൾ? അമൽ, ഇക്വിലാറ്ററൽ ട്രിയാങ്കിൾ എന്താണ്? എങ്ങനെ? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആംഗിൾ എന്താ പ്രത്യേകത? 60 ഡിഗ്രി. ഓക്കെ ഓക്കെ, എസ് എം എല്ലാവർക്കും അറിയാലോ. ഇക്വിലാറ്ററൽ ട്രിയാങ്കിൾ എന്നാൽ 3 സൈഡും ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് എല്ലാം 60 ഡിഗ്രി ആയിരിക്കും. കാരണം 3 ആംഗിളും ഈക്വൽ ആയിരിക്കും. ടോട്ടൽ 180 ആണ്. അതിനെ 3 ആയിട്ട് ഭാഗിക്കുമ്പോൾ ഓരോന്നും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇനീഷ്യൽ ലെങ്ത് ആയി എന്താ എടുക്കേണ്ടത് ഋഷികേഷ്? ഓർമ്മയുണ്ടോ? ഇനീഷ്യൽ ലെങ്ത് എന്തായിരുന്നു ഈ ട്രിയാങ്കിളിന്റെ? 2 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ 2, അപ്പൊ ഇവിടെ എന്താവും? എ ബി സി മാർക്ക് ചെയ്യാണ്. ബി സി 2 ആണെങ്കിൽ എ ബി എന്താവും? എ സി 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രിയാങ്കിളെ 2 ആയിട്ട് മുറിക്കും. എയിൽ കൂടി ഇങ്ങനെ ഡോട്ടർ ലൈൻ വെച്ചിട്ട് ഞാൻ 2 ആയിട്ട് മുറിക്കുകയാണ്. ഈക്വൽ ആയിട്ട് മുറിക്കുക കേട്ടോ. സോ നമുക്ക് ഇവിടെ ഒരു ഡി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഡി എന്നുള്ള പോയിന്റ്. ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി. സോ നമുക്ക് എ ഡി സി എന്നുള്ള ട്രിയാംഗിൾ കിട്ടില്ലേ? സോ നമ്മൾ അത് എഴുതാണ്. സോ ഇവിടെ ഡി സി എന്തായിരിക്കും? ഡി സിയുടെ ലെങ്ത് എന്തായിരിക്കും? ഡി സിയുടെ ലെങ്ത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ആ ട്രിയാംഗിൾ മാത്രം ഞാൻ സെപ്പറേറ്റ് എഴുതാണ്, വരയ്ക്കാണ്. ഓക്കെ, ഇങ്ങനെയാണല്ലോ ട്രിയാംഗിൾ വരുന്നത്. ഇത് എ, ഇത് ഡി, ഇത് സി. ഇനി പറയൂ, ഡി സിയുടെ ലെങ്ത് എന്താണ്? 1. എ സിയുടെ ലെങ്ത് എന്താണ്? 2. അങ്ങനെയാണെങ്കിൽ എ ഡിയുടെ ലെങ്ത് എന്തായിരിക്കും? കണ്ടെത്താമല്ലോ. നമുക്ക് എന്ത് വെച്ചിട്ട് കണ്ടെത്താം? പൈതഗോറസ് തിയറം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ ഡി എന്ന ഹൈറ്റ് ആണ്. സോ നമുക്കറിയാം ഹൈറ്റ് സ്ക്വയർ എന്താണ്? ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ് അല്ലേ? സോ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്തിക്കൂടെ? സോ നമുക്ക് എത്ര ഹൈറ്റ് സ്ക്വയർ? അപ്പൊ എന്ത് കിട്ടും? ഹൈറ്റ് സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 2 സ്ക്വയർ ആണ്, മൈനസ് ബേസ് സ്ക്വയർ ആണ് 1 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 4 മൈനസ് 1, ദാറ്റ് ഈസ് 3 ആണ്. സോ ഹൈറ്റ് എന്താണ്? അതായത് എ ഡി എന്താണ്? ഹൈറ്റ് സ്ക്വയർ ആണ് 3. സോ ഹൈറ്റ് അതായത് എ ഡി എന്താണ്? √3. സ്ക്വയർ അങ്ങോട്ട് പോവുക അല്ലേ? സോ ഇത് √3 വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ആംഗിൾ നോക്കാം. ഈ ആംഗിൾ എന്താണ്? 90 ആണ്. ഈ ആംഗിൾ എന്താണ്? ഒരു മാറ്റമില്ലല്ലോ, ഇവിടെ മുറിക്കുന്നില്ലല്ലോ, 60 ആണ് അല്ലെ? അഭിനന്ദ് പറയൂ, മുകളിലത്തെ ആംഗിൾ എന്താ? ആംഗിൾ ഇവിടുത്തെ ആംഗിൾ എത്രയാവും അഭിനന്ദ്? ഈ ആംഗിൾ എത്രയാവും? ഇവിടുത്തെ ആംഗിള്, അതായത് ഇവിടുത്തെ ഈ ആംഗിൾ എത്രയാവും? 30. കാരണം കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, മിഡില് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സോ 30 ഡിഗ്രി. സോ ഇതാണ് രണ്ടാമത്തെ ട്രയാംഗിൾ. അപ്പൊ ഈ ട്രയാംഗിൾ വെച്ചിട്ട് എന്താക്കാം? നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയൂ. വാട്ട് ഈസ് sin 30?
ഈ ട്രിയാങ്കിൾ ആംഗിൾ എ ഡി സിന്ന് സൈൻ 30 എങ്ങനെ കിട്ടും? യെസ് അല്ല എന്ന് പറഞ്ഞു നോക്കൂ. ആംഗിൾ എ ഡി സിന്ന് സൈൻ 30 എങ്ങനെ കിട്ടും? പറയാൻ പറ്റുമോ? എ ഡി സിയിൽ നിന്ന് സൈൻ 30. ട്രയാങ്കിൾ എ ഡി സി ഇല്ലേ, ഇതിന് നമുക്ക് സൈൻ 30 എങ്ങനെ കിട്ടും? സൈന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂണിസ് ആണ് അല്ലെ. ഇപ്പൊ ഇത് 30 ഡിഗ്രി ഇതാണ് 30 ഡിഗ്രി, ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഏതാണ്? ഈ ഡി സി ആണ് അല്ലെ. അപ്പൊ 1 ബൈ ഹൈപ്പോട്യൂണിസ് ഇവിടെ എന്താണ് എസബല്ല? എന്താണ് ഹൈപ്പോട്യൂണിസ്? ഏതാ ഹൈപ്പോട്യൂണിസ് ഈ ട്രയാങ്കിളില്? ഏതാണ്? എ സി അല്ലേ? എ സി ആണ് ഹൈപ്പോട്യൂണിസ്. കാരണം റൈറ്റ് ആംഗിൾ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്ത്? ഹൈപ്പോട്യൂണിസ് ആയിട്ട് വരാം. സോ ഇതാണ് ട്രൂ ആണ്, എ സി ആണ് ഹൈപ്പോട്യൂണിസ്. സോ നമുക്ക് സൈൻ 30 എങ്ങനെ പറയാ? ഋഷികേഷ് പറയൂ, സൈൻ 30 എങ്ങനെ പറയാ? 1/2. 1/2. കോസ് 30? √3 √3 by ബൈ 1. √3 ബൈ അല്ല, 2 ബൈ എന്താണ് കോസ്? എന്താണ്? അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ എന്താണ് കോസ്? എന്താണ് ഹൈപ്പോട്ടന്യൂസ് ഇവിടെ? ഹൈപ്പോട്ടന്യൂസ് എന്താ? 2. 2. അങ്ങനെയാണെങ്കിൽ അനക്സ് പറയൂ, ടാൻ 30 എന്താ വരിക? ടാൻ 30 എന്താ വരിക? സാറ് ഇതില് ഈ പടാണോ 60 ഇത് എ ഡി സി എന്നുള്ള ഈ ട്രിയാങ്കിള്, അതിന്ന് നമ്മളെ ഈ ട്രിയാങ്കിൾ ഉണ്ട്, ഈ ട്രിയാങ്കിൾ നമുക്ക് കിട്ടുന്നുണ്ട് 30-60 ഡിഗ്രി ഉള്ള ആംഗിൾ കിട്ടുമല്ലോ. ഈ എ ഡി സി എ ബി സി ഈ ട്രിയാങ്കിൾ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രിയാങ്കിൾ അല്ല, അതിന് രണ്ടായി കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രിയാങ്കിൾ കിട്ടുക. അപ്പോഴാണ് സൈനും കോസും ടാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുക. ഓക്കെ, മനസ്സിലായി? ഓക്കെ, അപ്പൊ ഇതിന് ടാൻ 30 എന്താ പറഞ്ഞു നോക്കൂ. എന്താ ടാൻ പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓക്കെ, ഇവിടെ ഓപ്പോസിറ്റ് എന്താ 30യുടെ? ഓപ്പോസിറ്റ് ഡി സി. അളവ് എത്ര? 1. 1 ബൈ 1 ബൈ √3. ഓക്കെ, വെരി ഗുഡ്. 1/√3. ഓക്കെ, അപ്പൊ ഇനി 30ന്റെ നമ്മൾ പഠിച്ചു. 60ന്റെ ഇതിലുണ്ടല്ലോ, 60 ഡിഗ്രി ഇതിലുണ്ടല്ലോ. അപ്പൊ നമുക്ക് 60 ഡിഗ്രി നമുക്ക് പറഞ്ഞൂടെ? ഇനി പറയാനുള്ള ഓക്കെ. അങ്ങനെയാണെങ്കിൽ അനിൽ പറയും, സൈൻ 60 എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ വാല്യൂ എന്ത് വരും? √3/2. വെരി ഗുഡ്, √3/2. കോസ് 60? 1/2. 1/2. ഓക്കെ, എന്നാ ഇനി അമല് പറയൂ, എന്താണ് ടാൻ 60 വരാം? √3/2. ഓക്കെ, അന്ന് നോക്കിട്ട് പറയൂ. ടാൻ 60 ആണ്, ടാൻ ആണ്. അതായത് √3/1. ഓക്കെ, √3/1 പറഞ്ഞാൽ എന്താണ്? √3. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്താകും? ഇത് നമ്മൾ എന്തായാലും പഠിക്കണം. ഇത് ഇങ്ങനെ കാണാതെ പഠിക്കണ്ട. നമുക്ക് ആകെ മനസ്സിൽ വരേണ്ട എന്താണ്? ഈ ഒരു ട്രിയാങ്കിളും അതേപോലെ ഈ ഒരു ട്രിയാങ്കിൾ ആണ്. ഈ ഒരു രണ്ടാമത്തെ ട്രിയാങ്കിൾ കിട്ടണമെങ്കിൽ ആദ്യം ഈ ഒരു ട്രിയാങ്കിൾ എന്താക്കുക, മനസ്സിൽ കരുതിയാൽ മതി. ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? ഇത് ജസ്റ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ രണ്ട് ട്രിയാങ്കിള് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൂടെ? സൈനും കോസും ടാനും എന്താന്നൊക്കെ നമുക്ക് എഴുതി കൂടെ? അല്ലേ? ഇങ്ങനെ രണ്ട് ട്രിയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈനും കോസും ടാനും 30ന്റെ 45ന്റെ 30ന്റെ 60ന്റെ നമുക്ക് എന്താന്ന് നമുക്ക് എഴുതി കൂടെ? ഈസി ആയിട്ട് എഴുതി കൂടെ? ഓക്കെ, സോ നമ്മൾ രണ്ടാമത് പഠിക്കേണ്ടത് ഈ സംഭവമാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? എന്താണ് സൈൻ, കോസ്, ടാൻ. രണ്ടാമത് എന്താ പഠിക്കേണ്ടത്? ഈ സംഭവം, ഈ ആംഗിൾസിന്റെ. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിച്ചോളൂ.
എഴുതി വെച്ച് കഴിഞ്ഞാൽ പറയണേ. ആദ്യം ഒരു ടേബിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. 45 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, അതിന്റെ താഴെ സൈന്, കോസ്, ടാന്, അങ്ങനെ ഓരോന്ന് വാല്യൂസ്. കഴിഞ്ഞോ? ആ കഴിഞ്ഞ്. എല്ലാരും കഴിഞ്ഞോ? ആരെങ്കിലും കഴിയാത്തുണ്ടോ? ഓക്കെ, പെട്ടെന്ന് തരും. നേരക്ക് ഈ ചാപ്റ്റർ അറിയാവോ? ലേറ്റ് ആയിട്ടല്ലേ കയറിയ നേര? ഓ ഈ ചാപ്റ്റർ അറിയാവോ? ട്രിഗണോമെട്രി. ആ കുറച്ച്. ഓക്കെ, നമ്മള് ഒന്നുമില്ല, തുടക്കത്തിൽ പറഞ്ഞത് ഇതാണ്, എന്താണ് സൈന്, കോസ്, ടാന് എന്താന്നുള്ളത് പറഞ്ഞു. പിന്നെ 45 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, ഇവയുടെ സൈന്, കോസ്, ടാൻ അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയി അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഒരിക്കലും അത് കാണാതെ പഠിക്കാൻ നടക്കില്ല. അതിന് പകരം നമ്മൾ 2 ട്രയാങ്കിൾ പഠിച്ചു വെക്കുക. ABC, അതുപോലെ ഈ ട്രയാങ്കിളും അതുപോലെ ഈ ട്രയാങ്കിളും. ഓക്കെ, എല്ലാവരും കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്തതിലേക്ക് മൂവ് ചെയ്യട്ടെ. ഇനി നമുക്കുള്ളത് ക്വസ്റ്റ്യനിൽ വല്ല എങ്ങനെയാന്ന് നോക്കാം. ഏരിയ കാണാൻ പറയും. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഏരിയ കാണാൻ പറയും. ഒന്ന് ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പറയും, അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ഏരിയ, പാരലോഗ്രാമിന്റെ ഏരിയ, റോംബസിന്റെ ഏരിയ, ഇതൊക്കെ കാണാൻ പറയും. ഓക്കെ, സോ മെയിൻ ആയിട്ട് വരല് ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പാരലോഗ്രാമോ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഏരിയ കാണാനാണ് മെയിൻ ആയിട്ട് വരല്. സോ അതെങ്ങനെ കാണാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ ആദ്യം ട്രയാങ്കിൾ വരയ്ക്കാണ്. ഞാൻ 2 ട്രയാങ്കിൾ വരക്കുന്നുണ്ട്. ഒന്നാമത്തെ ട്രയാങ്കിൾ എന്താണ്? അല്ല, ഈ മുകളിൽ വരച്ച ട്രയാങ്കിൾ എന്താണ്? മുകളിൽ വരച്ച ട്രയാങ്കിൾ എന്താണ്? എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? ദിസ് ട്രയാങ്കിൾ ABC, ഇത് എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ആംഗിൾ. എന്താണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി. ഹാഫ് ബി. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നല്ല, ഏതൊരു ട്രയാങ്കിളിന്റെയും ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് BH ആണ്. ഓക്കെ, അതിൽ P എന്ന് വെച്ചാൽ എന്താണ്? ബേസ്. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഈ PQR എന്നുള്ള ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ബേസ് ആക്കി എടുക്കാം? QR ബേസ് ആക്കി എടുക്കാം, അല്ലേ? ഓക്കെ, പിന്നുള്ളത് ഹൈറ്റ് ആണ്. ഏത് ട്രയാങ്കിളിന്റെയും ഏരിയ ഹാഫ് BH തന്നെയാണ്. ഒന്ന് B എന്ന് വെച്ചാൽ ബേസ് ആണ്. ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഹൈറ്റ് എന്താ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതാ ഈ A എന്നുള്ള പോയിന്റിൽ നിന്ന് താഴേക്ക് വരക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ, അതിന്റെ ഒരു ലെങ്ത് ആണ് അല്ലേ, ഇതാണ് ഹൈറ്റ്. അതേപോലെ തന്നെ ഇപ്പൊ ഈ ട്രയാങ്കിൾ ആണെങ്കിൽ മൂന്നാമത്തെ വെർട്ടക്സ് നിന്ന് ഉണ്ടാക്കുക, താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക. ഓക്കെ, ഇതിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കാം. സോ നമുക്ക് ഈ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ് എന്ത്? ഹൈറ്റ്. ഇതാണ് H. ഓക്കെ, സോ ഏരിയ എന്താണ്? ഹാഫ് BH തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ, സോ നമ്മളിവിടെ ആദ്യം ഈ PQR എന്നുള്ള ട്രയാങ്കിൾ ആയിരുന്നു അല്ലെ. സോ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരാം. ഇപ്പൊ ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ്,
മറ്റേ സൈഡ് വേറൊരു സൈഡ് ഉണ്ട്, അത് 5 സെന്റിമീറ്റർ ആണ്. പിന്നെ അതിന്റെ തമ്മിലെ ഇടയിലുള്ള ആംഗിൾ, ഈ രണ്ട് സൈഡിന്റെ ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആണ്. അങ്ങനെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഇങ്ങനെ ക്വസ്റ്റ്യൻ തരാം. ചിലപ്പോൾ ഇങ്ങനെ ഫിഗറിൽ തരും. ഫിഗറിൽ തന്നില്ലെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ 10 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണ്. അവ തമ്മിലുള്ള ആംഗിൾ ആണ് 30 ഡിഗ്രി ആണ്. ആ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പറയും. ഇത് മനസ്സിലായോ? ആ മനസ്സിലായി. സാറേ മനസ്സിലായില്ല. ക്വസ്റ്റ്യന് ഞാൻ ഇപ്പൊ ഫിഗർ വെച്ച കണ്ടോ? പി ക്യു ആർ എന്നുള്ള ഫിഗർ വെച്ച കണ്ടോ? ക്യു ആർ 10 സെന്റിമീറ്റർ ആണ്, ക്യു പി 5 സെന്റിമീറ്റർ ആണ്. അവ തമ്മിലുള്ള ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പറയും. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഫിഗർ തരണമെന്നില്ല. നമ്മൾ എന്തായാലും പരിചയപ്പെടുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ ഉണ്ടാവുക? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ 10 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ആണ്. ആ രണ്ട് സൈഡുകൾ തമ്മിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അതായത് ഒരു സെന്റൻസ് രീതിയിൽ തരും. അതിന് നമ്മൾ ആദ്യം പിക്ചർ ഇറക്കണം, എന്നിട്ടാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ആ മനസ്സിലായി. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പി ക്യു ആർ എന്ന് നോക്കുകയാണെങ്കിൽ അതെന്തല്ല? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ പി ക്യു ആർ? അല്ല. അപ്പൊ നമുക്ക് അവിടെ സൈനും കോസും ടാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സൈനും കോസും ടാനും ഉപയോഗിക്കൽ എപ്പോഴാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസിൽ മാത്രമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഹൈറ്റ് കിട്ടാനും വേണ്ടി പി എന്നുള്ള വെർട്ടസിൽ നിന്ന് താഴെ സൈഡിലേക്ക് എന്ത് വരക്കുന്നു? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുന്നു അല്ലെ? സോ അപ്പൊ എന്ത് കിട്ടി? ഈ പി ക്യു ആർ എന്നുള്ള ട്രയാങ്കിളിനെ രണ്ട് ട്രയാങ്കിൾ ആക്കി മാറ്റുന്നുണ്ട്. ഞാനിപ്പോ ഇതിപ്പോ ഒരു എന്താ ലെറ്റർ കൊടുക്കുന്നത്? ഒരു ടി എന്ന് കൊടുക്കാണ്. ടി എന്നുള്ള ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾ കാണാം. പി ക്യു ടി കോമ ട്രയാങ്കിൾ പി ടി ആർ. രണ്ട് ട്രയാങ്കിൾ കണ്ടോ? രണ്ട് ട്രയാങ്കിൾ കണ്ടോ? അതായത് അങ്ങനെ നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോ, ഹൈറ്റ് കിട്ടാനും വേണ്ടിയുള്ള പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് മാറും. ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? ആണോ? പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ അത് എന്തായാലും അവിടെ 90 ഡിഗ്രി ആവുമല്ലോ. സോ ഈ ആംഗിൾ ട്രയാങ്കിൾ പി ക്യു ടിയും അതുപോലെ ട്രയാങ്കിൾ പി ടി ആറും എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താക്കാം? സൈന് കോസ് ടാന് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഹൈറ്റ് കാണാണ്. ഹൈറ്റ് കാണാനും വേണ്ടി ആദ്യം ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് ഇനി കിട്ടേണ്ടത് എന്താണ്? ഈ ഹൈറ്റ് ആണ് അല്ലെ? ഹൈറ്റ് നമുക്ക് എങ്ങനെ കിട്ടും? ഹൈറ്റ് എങ്ങനെ കിട്ടും? ഹൈറ്റ് കിട്ടാനും വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഇവിടെ ഹൈറ്റ് പറഞ്ഞാൽ 30യുടെ ഏത് സൈഡാ? ഈ ട്രയാങ്കിൾ പി ക്യു ടിയില് ഞാൻ ട്രയാങ്കിൾ പി ക്യു ടിനെ സെപ്പറേറ്റ് വരക്കാം കേട്ടോ. അല്ല, ഇതിൽ തന്നെ നമുക്ക് ചെയ്യാലോ. ട്രയാങ്കിൾ പി ക്യു ടി മാത്രം നോക്കുക. അതില് ഈ ഹൈറ്റ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന എച്ച്, അതായത് പി ടി എന്നുള്ളത് ആംഗിൾ 30യുടെ ഏത് സൈഡാ? ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് ആണല്ലോ. ഇവിടെ വേറെ ഏത് സൈഡാ തന്നത്? ഈ ട്രയാങ്കിളിന്റെ വേറെ ഏത് സൈഡാ തന്നത്? ട്രയാങ്കിൾ ഹൈപ്പോട്ടൻസ് തന്നിട്ടുണ്ട് അല്ലെ? ക്യൂ പി എന്നുള്ളത് ഹൈപ്പോട്ടൻസ് ആണ്. അതേപോലെ പി ടി എന്നുള്ളത് എന്താണ്? ഓപ്പോസിറ്റ് ആണ്. സോ ഓപ്പോസിറ്റും അതേപോലെ ഹൈപ്പോട്ടൻസും ഇത് തമ്മിൽ ബന്ധിക്കുന്ന അല്ലെ എന്ത് റിലേഷൻ ആണുള്ളത്? ഏത് ഫംഗ്ഷൻ ആണുള്ളത്? ഏതാണ്? സൈൻ. സൈൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സൈൻ 30 is equal to എന്താ? പി ടി ബൈ എന്താണ് എഴുതേണ്ടത്? പി ടി ബൈ ക്യൂപിന്ന് എഴുതിക്കൂടെ? ഇതിൽ നമുക്ക് ഹൈറ്റിൽ ആദ്യം കാണേണ്ടത് ഓക്കെ, നമുക്ക് ഹൈറ്റ് അല്ല ആദ്യം കാണേണ്ടത്. ഓക്കെ, ഹൈറ്റ് ആദ്യം കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോർഡ് കാണുന്നില്ല എല്ലാവർക്കും? ബോർഡ് കാണാത്തവ പറയണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പി ടി ആയ ഹൈറ്റ് ആണ് കാണേണ്ടത് അല്ലെ? സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതിക്കൂടെ? സൈൻ 30 എന്ന് വെച്ചാൽ എന്താ? സൈൻ 30 എന്ന് വെച്ചാൽ പി ടി എന്ന് വെച്ചാൽ ഹൈറ്റ് ആണ്. നമുക്ക് കാണേണ്ട ഹൈറ്റ് ആണ്. ക്യൂ പി എന്ന് വെച്ചാൽ എന്താണ്? ക്യൂ പി എന്ന് വെച്ചാൽ എത്രയാണ്? ക്യൂ പിയുടെ അളവ് ക്യൂ പി എത്രയാണ്? 5 ആണ്. സോ h/5 is equal to h/5 എന്താ? സൈൻ 30 ആണ് അല്ലേ? അപ്പൊ എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? sin 30 into 5 അപ്പുറത്ത് കൊണ്ടുപോവാം. ഇവിടെ 5 ഡിവൈഡ് ബൈ അല്ലേ? അപ്പുറത്ത് വരുമ്പോ എന്തായിട്ട് മാറും? ഡിവൈഡ് ബൈ ഇക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോ ഇൻഡോ. അപ്പൊ സൈൻ 30 into 5 എന്ന് എഴുതാം. ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാം, 5 sin 30 എന്ന് എഴുതാം.
അതാണ് അതിങ്ങനെ വരുമ്പോ sin 30 into 5 നല്ലത് 5 into sin 30 ആ രീതിയിൽ എഴുതുന്നതാണ്. അല്ലെങ്കിൽ 5 sin 30 എന്ന് എഴുതാം. നമുക്കറിയാം sin 30യുടെ വാല്യൂ എന്താ? വാട്ട് ഈസ് sin 30? നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് sin 30. എന്താണ് sin 30? 1/2. ഓക്കെ, sin 30 1/2. sin 30 1/2. അപ്പൊ എന്താ 5 into 1/2 അതെന്താ വരും? 5/2 വരും അല്ലേ? ആ ഓക്കെ, 5/2 ഇതാണ്. അല്ലെങ്കിൽ 2.5 എന്ന് എഴുതാം നമുക്ക്. അപ്പൊ 2.5 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഹൈറ്റ് കിട്ടി 2.5 സെന്റിമീറ്റർ ആണെന്നുള്ളത്. ഓക്കെ, ബേസ് എന്താണ്? ട്രിയാങ്കിളിന്റെ ബേസ് എന്താണ് ഇവിടെ? 5 ബേസ് എന്താ ഇവിടെ? ബേസ് 10 10. സോ നമുക്ക് ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ബി എച്ച് എന്നല്ലേ? ഹാഫ് ബി എച്ച്. ബേസ് 10 ആണ്, ഹൈറ്റ് 2.5 ആണ്. അതേപോലെ നമുക്ക് എഴുതി കൂടെ? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ 10 ആണ്. സോ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് എന്താ? 2.5 അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 10 into 2.5 പറഞ്ഞാൽ 25 ആണ്. അപ്പൊ 25/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25ന്റെ പകുതി. 24ന്റെ പകുതി ആണെങ്കിൽ 12 ആണ്. അപ്പൊ 25 ആണെങ്കിൽ 12.5 12.5 സെന്റിമീറ്റർ സ്ക്വയർ. ചതുരശ്ര സെന്റിമീറ്റർ, സ്ക്വയർ സെന്റിമീറ്റർ, അതാണ് യൂണിറ്റ്. അപ്പൊ ഇങ്ങനെ പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ചോദ്യം വരും. ഡയറക്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ഫിഗർ തരണം എന്നല്ല. നിങ്ങൾക്ക് എങ്ങനെ പറയും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രിയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ 5 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആണ്. അവ തമ്മിലുള്ള ആംഗിള് 30 ഡിഗ്രി ആണ് എങ്കിൽ ആ ട്രിയാങ്കിളിന്റെ ഏരിയ കാണാൻ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. ഇത് മനസ്സിലായല്ലേ? ആർക്കെങ്കിലും മനസ്സിലാത്തുണ്ടോ? ഇല്ല. ഇത് സൂം ചെയ്യണോ? ബോർഡ് ഇത് ഓക്കെ ആണോ? സൂം ചെയ്യണോ? വേണ്ട. ഓക്കെ, എന്നാലും എഴുതിയെടുത്തോളൂ. എഴുതി കഴിഞ്ഞവര് പറയോ? എഴുതി കഴിഞ്ഞവര് തമ്പിട്ടാ മതി. ഓക്കെ, അനക്സ് അനിൽ രൂപ കഴിഞ്ഞോ? ഓക്കെ, ഋഷികേഷ് കഴിഞ്ഞോ? ഇല്ല. ഒന്ന് പെട്ടെന്ന്. ആ കഴിഞ്ഞ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതേപോലുള്ള വേറൊന്നാണ്. ഇപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആംഗിള് ഇപ്പോ വേറെ ക്വസ്റ്റ്യൻ ജസ്റ്റ് പറയാം. ഓക്കെ, നമുക്ക് ആദ്യം വേറെ ഇനി ഒരു ക്വാഡ്രിലാറ്ററൽ നോക്കാം. അതായത് 4 സൈഡുള്ള ഒരു പോളിഗൺ. ഓക്കെ, ഇതെന്താണ്? പോളിഗൺ? കാണുന്നില്ല. ഇതെന്താണ്? ഇതെന്ത് പോളിഗണാ? റെക്ടാങ്കിൾ. രണ്ടാമത്തതോ? സ്ക്വയർ. ഓക്കെ, റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ഹൈറ്റ് അല്ലെ, ലെങ്ത് ഇത് ബി എന്ന് എടുക്കുന്നു, ഇത് ഹൈറ്റ് എച്ച് എന്ന് എടുക്കുന്നു. അതുപോലെ ഇതിനെ നമുക്ക് എ എന്ന് എടുക്കാം. അപ്പൊ ഇതും എ എന്നാവും. ഇതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ബി എച്ച്. ഇതിന്റെ സ്ക്വയർ ഉണ്ടോ? എ സ്ക്വയർ.
നമുക്ക് അതേപോലെ വേറെ സംഭവം നോക്കാം. ഞാനിപ്പോ വരച്ചത് എന്താ? ഒന്നുകൂടി വരക്കാം കേട്ടോ. പാരലോഗ്രാം. ഇപ്പൊ വരച്ചത് പാരലോഗ്രാം ആണ്. ഓക്കെ, ഇത് പാരലോഗ്രാം. ഇതെന്താണ് അറിയോ ഈ സംഭവം? റോംബസ്. അതായത് റോംബസ് ആണ് ഒന്നുമില്ല, സൈഡിലും ഈക്വൽ ആയുള്ള പാരലോഗ്രാമിനെ പറഞ്ഞ പേരാണിത് റോംബസ്. പാരലോഗ്രാം പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ എന്താക്കണം? പാരലോഗ്രാം. ഓക്കെ, പിന്നെ അതിലെ സൈഡുകളിലും ഈക്വൽ ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? റോംബസ് എന്ന് പറയും. അപ്പൊ ഇവരുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയോ? പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയോ? സെയിം തന്നെ, ബി ഇൻറ്റു ഹൈറ്റ് തന്നെ. പക്ഷെ ഇവിടെ ഹൈറ്റ് പറഞ്ഞാൽ എന്താ? ഈ സൈഡിന്റെ ലെങ്ത് അല്ല. ഇവിടെ നമ്മൾ ഒരു സൈഡ് ഇപ്പൊ ഇത് ബി ആക്കി എടുക്കുകയാണെങ്കിൽ, ഇത് ബി ആക്കി എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേ വെർട്ടസിന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കണം. ഈ വെർട്ടസിന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കണം. ഇതിന്റെ ലെങ്ത് ആണ് എന്ത്? ഹൈറ്റ്. ഓക്കെ, മനസ്സിലായി? ഇതാണ് ഹൈറ്റ്. നമ്മൾ നേരത്തെ ട്രയാങ്കിളിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, ഇതിലും റോംബസിലും നമുക്ക് എന്താക്കാം? ഏരിയ ബി എച്ച് ആണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ബേസ് നമുക്ക് എ ആക്കി എടുക്കാം. സോ എ എച്ച് എന്ന രീതിയിൽ നമുക്ക് അത് ചെയ്യാം. ഇവിടെ എന്താണ്? ഹൈറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈറ്റ് കിട്ടണമെങ്കിൽ ബേസിലേക്ക് മറ്റു സൈഡിൽ നിന്ന് എന്താക്കണം? ഏതെങ്കിലും ഒരു വട്ടത്തിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കണം. ഇതാണ് എന്ത്? ഹൈറ്റ്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ പഠിക്കേണ്ടത് വേറെ സംഭവം, വേറെ രീതിയിൽ നമുക്ക് എന്താക്കാം? ഹൈറ്റ് കാണാൻ പറ്റും. പാരലോഗ്രാം അതുപോലെ റോംബസ്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ റോംബസും പാരലോഗ്രാമും വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് ലൈൻ സെഗ്മെന്റ് വരക്കുകയാണ്. ഇങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഈ രണ്ട് ലൈൻ സെഗ്മെന്റിനെ പറഞ്ഞ പേരെന്താണ്? എന്താ പറയാ? എന്താണ്? ഡയഗണൽ. ഡയഗണൽ. ഓക്കെ, അപ്പൊ സൈഡ് ഇത് ഇങ്ങനെ ക്രോസിൽ വരയ്ക്കുന്നത് നമ്മൾ പറഞ്ഞ പേരാണ് ഡയഗണൽ. ഡയഗണൽസ് കേട്ടോ. അപ്പോ അതേപോലെ റോംബസിന് നമ്മൾ എന്താ വരക്കുന്നുണ്ട്? രണ്ട് ഡയഗണൽസ് വരക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ ഡയഗണൽസ്, രണ്ട് ഡയഗണൽസും വ്യത്യസ്ത ലെങ്ത് ആയിരിക്കും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ എ ബി സി ഡി. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എ സി ആണോ ബി ഡി ആണോ വലുത്? ഫിഗർ നോക്കിയിട്ട് പറയൂ. എ സി ആണോ ബി ഡി ആണോ വലുത്? എ സി ആണോ ബി ഡി ആണോ വലുത്? ഒന്നാം പാരലോഗ്രാമിൽ നോക്കി പറയൂ. എ സി ആണോ ബി ഡി ആണോ വലുത്? സാറേ രണ്ട് ഈക്വൽ അല്ലേ? രണ്ട് ഈക്വൽ അല്ല. ഇത് നോക്കൂ, എ എന്നാൽ ഇത്തിരി ഇങ്ങോട്ടല്ലേ, ഇത്തിരി സ്ട്രെച്ച് ചെയ്ത പോലല്ലേ എ ഇങ്ങോട്ട് നിൽക്കുന്നത്, സി ഇത്തിരി അപ്പുറത്തേക്കല്ലേ നിൽക്കുന്നത്. ഡിയും ബിയും നോക്കൂ, അടുത്തടുത്ത്, ഏകദേശം അടുത്തടുത്ത് നിന്ന രീതിയിലാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എ സി ആണ് വലുത്. ഓക്കെ, റോംബസിൽ നോക്കുകയാണെങ്കിൽ റോംബസിൽ അതേപോലെ രണ്ട് ഈക്വൽ അല്ല, രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ റോംബസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് എന്തായിരിക്കും? ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്നത് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇവിടെ എന്താവില്ല, ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആവില്ല. റോംബസ് ആണെങ്കിൽ അത് ഇന്റർസെക്ട് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ഡയഗണലിന്റെ ലെങ്ത്, ഒന്നിന്റെ ഡയഗണൽ D1 ആണ്, മറ്റേന്റെ D2 ആണ്.
ഡയഗണലിന്റെ ലെങ്ത് കേട്ടോ. അതുപോലെ ഇതിന്റെ ഡയഗണൽ ഒന്ന് D1 ആണ്, മറ്റത് D2 ആണെങ്കിൽ ഡയഗണലിന്റെ ലെങ്ത്തിന്റെ ടേബിൾ നമുക്ക് ഏരിയ പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ഇക്വേഷനും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അതിനിപ്പോ ക്വസ്റ്റ്യന് മോഡൽ എക്സാമിന് ആ പേപ്പറിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് D1 ഇൻറ്റു D2 സൈൻ തീറ്റയാണ്. ഇതും കൂടി ജസ്റ്റ് പഠിച്ചേക്കാം. പാരലോഗ്രാം ആണെങ്കിൽ ഹാഫ് D1 ഇൻറ്റു D2 സൈൻ തീറ്റ ആണ്. തീറ്റ എന്നാൽ എന്താണ്? ഈ ആംഗിൾ, രണ്ട് ഡയഗണൽ ഇന്റർസെക്ട് ചെയ്യുന്നതിന്റെ ആ ആംഗിൾ ആണ് തീറ്റ എന്നുള്ളത്. ഓക്കെ. റോംബസ് ആണെങ്കിൽ എന്താവും? ഏരിയ ഹാഫ് D1 D2, ഹാഫ് D1 D2. ഇവിടെ തീറ്റ ഇവിടെ 90 ആണ്. സൈൻ 90ന്റെ വാല്യൂ ആണ് 1 ആണ്. ഓക്കെ, അതിപ്പോ നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഹാഫ് D1 D2 സൈൻ 90, അതായത് ഹാഫ് D1 D2 ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, സോ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. സോ ഇതെന്താക്കുക, ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അത് ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. കോമൺ ആയിട്ട് വരുന്നത് മുകളിലത്തെ ഇക്വേഷൻ മാത്രമാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് എഴുതി വെക്കുക. മുകളിലത്തെ എഴുതിയിട്ടുണ്ടല്ലേ, ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്നിട്ട് ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ. എഴുതി വെച്ചിട്ട് പറയണേ. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്തതുണ്ടോ? ഇപ്പൊ ഒരു പാരഗ്രാമിന്റെ ഇങ്ങനെ പറയാണ്, ഡയഗണൽസ് 5ഉം 10ഉം ആണ്. ഒരു ഡയഗണൽ 5ആണ്, മറ്റേ ഡയഗണൽ 10 ആണ്. അത് തമ്മിലുള്ള ആംഗിൾ പറഞ്ഞാല് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എന്താ? ഇപ്പൊ നമുക്ക് ഹാഫ് D1 D2 സൈൻ തീറ്റ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി റോംബസ് ആണെങ്കിൽ ഡയഗണൽസ്, ജസ്റ്റ് ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഇതില്? ഇല്ല. ഇല്ല, എന്നാ പെട്ടെന്ന് നോട്ട് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്താ പഠിച്ചു? സൈൻ എന്താ, കോസ് എന്താ, ടാൻ എന്താ പഠിച്ചു അല്ലെ? അതിനും അഡ്ജസ്റ്റന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പർടെൻസ് എന്ന കാര്യങ്ങൾ പഠിച്ചു. പിന്നെ സൈൻ എന്താ, കോസ് എന്താ, ടാൻ എന്താന്ന് പഠിച്ചു. പിന്നെ 45 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രിയുടെ സൈൻ, കോസ്, ടാൻ കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, പിന്നെ ഏരിയ കാണാം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ട്രിയാങ്കിള്, അതുപോലെ റെക്ടാങ്കിൾ, പാരലോഗ്രാം, സ്ക്വയർ, റോംബസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതിലേക്ക് മൂവ് ചെയ്യട്ടെ. ഇനി ചിലപ്പോ നമ്മളിപ്പോ 30 അല്ലെ, 45, അതുപോലെ 60 ഇതിന്റെ ഒക്കെ സൈനും കോസും ടാനൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതല്ലാതെ വേറെയും കുറെ ആംഗിൾസ് ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ ഒരു ട്രിയാങ്കിൾ തന്നെ ആയിക്കോട്ടെ, അല്ല ട്രിയാങ്കിൾ അല്ല, ഒരു പാരലോഗ്രാം ആക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു പാരലോഗ്രാം ഉണ്ട്, അതിന്റെ രണ്ട് സൈഡുകള് ഒന്ന് 10 സെന്റിമീറ്റർ ആണ്, മറ്റത് 8 സെന്റിമീറ്റർ ആണ്. ഈ രണ്ട് സൈഡുകളുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് വെച്ചാൽ 40 ഡിഗ്രി ആണ്. ഓക്കെ, 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗ്രാമിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ, എങ്ങനെ കാണാൻ കഴിയും? ഒരു പാരലോഗ്രാം ഉണ്ട്, ഇതിപ്പോ 10 സെന്റിമീറ്റർ ആണ്, ഇത് 8 സെന്റിമീറ്റർ ആണ്. ഇവ തമ്മിലുള്ള ആംഗിള് 40 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ കാണാനാണ് പറഞ്ഞത്. എങ്ങനെ കാണാൻ പറ്റും? ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ്? രസമല്ല, ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ് പാരലോഗ്രാമിന്റെ? ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ്? റെക്ടാങ്കിളിന്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. റെക്ടാങ്കിളിന്റെ ഇക്വേഷൻ എന്താ? ഏരിയ കാണാൻ ലൊക്കേഷൻ BH അല്ലെ? പക്ഷെ ഇവിടെ B എന്നാൽ നമുക്ക് 10 എന്ന് എടുക്കാം. B നമുക്ക് 10 എന്ന് എടുക്കാം. H എടുക്കുമ്പോ ശ്രദ്ധിക്കുക. H എങ്ങനെ എടുക്കുക? എങ്ങനെ ഋഷികേഷ് H എടുക്കുക? H എങ്ങനെ എടുക്കുക? ഹൈറ്റ് എങ്ങനെ എടുക്കുക? എങ്ങനെയാണ്? അമൽ എങ്ങനെ ഹൈറ്റ് എടുക്കും?
എങ്ങനെ എടുക്കണ്ടേ ഹൈറ്റ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഹൈറ്റ് എടുക്കാൻ ഒന്നുമില്ല, മൂന്നാമത്തെ അടുത്ത വെർട്ടിസ് അല്ലേ, അടുത്ത വെർട്ടിസിന് നമ്മൾ എന്താണ് ബേസ് ഇട്ട് അതിലേക്ക് ഒരു എന്തെടുക്കുക, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. അതിന്റെ ലെങ്ത് ആണ് എന്ത്, ഹൈറ്റ്. ദാറ്റ് ഈസ് ഇതാണ് ഹൈറ്റ്. ഓക്കെ, ഇനി അതിന് വേണമെങ്കിൽ വലുതാക്കാം. അതായത് ഈ വരച്ചതാണ് എന്ത്, ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഹൈറ്റ് എങ്ങനെ കിട്ടും നമുക്ക്? അപ്പൊ ഇവിടെ ചെറിയ ട്രിയാങ്കിൾ കണ്ടോ, ഒരു ട്രിയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഏതാണ് ട്രിയാങ്കിള്? നമ്മളിത് എ ബി സി ഡി എടുക്കുകയാണെങ്കിൽ, ഇതിനെ ഇന്ന് എടുക്കുകയാണെങ്കിൽ ഒരു എ ബി ഇ ഉണ്ടായിട്ടുണ്ട് അല്ലെ, എ ബി ഇ എന്നുള്ള ട്രിയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ, കണ്ടോ? എന്ത് ട്രിയാങ്കിൾ ആണത്? അതിന് ബി ആണ് ഹൈറ്റ്. ഇതെന്ത് ട്രിയാങ്കിൾ ആണ്? റൈറ്റ് ആംഗിൾ. റൈറ്റ് ട്രിയാങ്കിൾ ആണ്. അപ്പൊ ആ റൈറ്റ് ട്രിയാങ്കിൾ മാത്രം നമുക്കൊന്ന് വേറെ വരച്ച് നോക്കാം. വരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരക്കാണ്. ഒന്നിങ്ങനെ ഉണ്ട്, ഒന്നിങ്ങനെ ഉണ്ട്, ഒന്നിങ്ങനെ ഉണ്ട് അല്ലെ. സോ ഇത് എ ആണ്, ഇത് ഇ ആണ്, ഇത് ബി ആണ്. ഓക്കെ, നമ്മൾക്ക് എന്താ ഇതിൽ ഏത് സൈഡാണ് നമുക്ക് അറിയുന്നത്? ഏത് സൈഡാ അറിയുന്നത്? ഏത് സൈഡാ അറിയുന്നത്? എ ബി എത്ര? 8 സെന്റിമീറ്റർ അല്ലെ. സോ ഇത് 8 സെന്റിമീറ്റർ എന്ന് അറിയാം. പിന്നെ ഏത് ആംഗിൾ അറിയുന്നത്? ആംഗിൾ എയും കാണാം, 40. നമുക്ക് എന്താ കിട്ടേണ്ടത്? ആദ്യം ഹൈറ്റ് കിട്ടണം, എന്നാലാണ് ഹാഫ് ബി എച്ച് എന്ന രീതിയിൽ നമുക്ക് ഹാഫ് ബി എച്ച് അല്ല, ബി എച്ച് എന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഏര് കിട്ടുള്ളൂ അല്ലെ. സോ നമുക്ക് ഹൈറ്റ് ആണ് ബി ആണ്. സോ ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എന്താ എടുക്കണ്ടേ? 40 എന്താ എടുക്കണ്ടേ? സൈൻ എടുക്കാം അല്ലെ. സൈൻ എടുക്കാം. സൈൻ ആണ് സൈൻ 40ന്റെ ഓപ്പോസിറ്റ് ആയിട്ടും ഹൈപ്പോട്ടനസ് ആണ് തന്നത്. സോ അത് നമ്മുടെ റിലേഷൻ ആ സൈൻ ആണ്. അപ്പൊ നമുക്ക് സൈൻ 40 എടുക്കുകയാണെങ്കിൽ, സൈൻ 40 എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? h/8 എന്ന് വരും അല്ലെ. സോ എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8 into sin 40 എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് 40യുടെ സൈൻ നമുക്ക് അറിയോ? 40യുടെ സൈൻ നമുക്കറിയില്ല. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ടേബിൾ എന്ന സംഭവം തരും. അത് നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടാവും അല്ലെ? അറിയില്ലേ എല്ലാവർക്കും ട്രിഗണോമെട്രിക് ടേബിൾ എന്താന്നുള്ളത്? ഓക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് 40ന്റെ സൈൻ ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരൊക്കെ അറിയോ ട്രിഗണോമെട്രിക് ടേബിൾ? നേര ട്രിഗണോമെട്രിക് ടേബിൾ അറിയാവോ? നമുക്ക് നോക്കാം. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനം ഇങ്ങനെ തരും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ഇതിൽ തന്നെ ആയിട്ട് തരും. സൈൻ 40 ആണെന്നത് പറഞ്ഞിട്ടുണ്ടാവും. ട്രിഗണോമെട്രിക് ടേബിൾ ആണെങ്കിൽ ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് കുറെ കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ലെ, കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ സംഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇത്. ഒരു ആംഗിൾ തന്നാൽ അതിന്റെ സൈൻ എന്താ, കോസ് എന്താ, ടാൻ എന്താ, ഇവിടെ നമുക്ക് കിട്ടും. എന്ത് കണക്കോട് കാണുന്നില്ലേ? ടേബിൾ കാണുന്നില്ലേ? ഓക്കെ, അപ്പോ നേരെ പറയൂ, സൈൻ 10 എന്താ? 10ന്റെ സൈൻ എന്താ? 10ന്റെ സൈൻ എന്താണ്? ഈ ട്രിഗണോമെട്രിക് ടേബിളിൽ നിന്ന് എങ്ങനെ കിട്ടും 10ന്റെ സൈൻ? സൈൻ 10 എന്താണ് നേര? 1736 ആണ്. കാണുന്നില്ല അല്ലേ? സൈൻ 10 പറയുമ്പോൾ ഇതാണ് വാല്യൂ. സൈൻ ആണ് ഇതാണ്, അതിൽ 10 ആണ് അതാണ്. അപ്പൊ സൈൻ 10 ആണെങ്കിൽ ഇതാണ് വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് 15 എന്താണ്? എസബെല്ല പറയും, കോസ് 15 എന്താണ്? കോസ് 15 15 അതെന്താണ്? 0. കോസ് സൈനാണ്. കോസ്
0.9659. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും അറിയാലോ സൈനും കോസും. അപ്പൊ ഏതൊരു ആംഗിളിന്റെയും സൈനും കോസും തന്നെ പറഞ്ഞാൽ നമുക്ക് അത് അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഞാൻ നിങ്ങളോട് പഠിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻ 30 എന്താണെന്നുള്ളത്. സൈൻ 30 1/2 എന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ തന്നിട്ടുണ്ടാവും 0.5 അല്ലെ. അപ്പൊ നമ്മൾ സൈൻ 40 സൈൻ 45 സൈൻ 30 സൈൻ 60 ഒക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഋഷികേഷ്? ട്രിഗണോമെട്രി ടേബിൾ തരില്ലേ? ആ ഓക്കെ, ചിലപ്പോ ട്രിഗണോമെട്രി ടേബിൾ തന്നിട്ടില്ലെങ്കിലോ പ്രശ്നമാവില്ലേ? ഓക്കെ, സോ എന്തായാലും ആ 3 ആംഗിളിന്റെ എന്തായാലും നമ്മൾ പഠിച്ചേക്കാം. ഓക്കെ, ഇതിന് നമുക്ക് ഏത് വാല്യൂ കിട്ടും? അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ എന്താ കിട്ടേണ്ടത്? എന്തിന്റെ സൈനാ കിട്ടേണ്ടത്? സൈൻ 40 ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പൊ സൈൻ 40 നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? ഇതാ 40 ഇവിടെ ഉണ്ട്. സൈൻ 40 എന്നാൽ ഇതാണ് വാല്യൂ 0.6428 ആണ് അല്ലേ? ഓക്കെ, 0.6428 ആണ് സൈൻ 40. സോ ഞാൻ എന്റെ ബോർഡ് ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എച്ച് എന്ന് വെച്ചാൽ ഹൈറ്റ് കാണാൻ എന്താ കിട്ടേണ്ടത്? 8 × സൈൻ 40. അപ്പൊ 8 × സൈൻ 40 എന്ന് വെച്ചാൽ 8 × എന്താണ്? സൈൻ 40. 0.6428 അല്ലേ പറഞ്ഞത്? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടും. ഓക്കെ, സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 0.6428നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇല്ല, ഒന്നുമില്ല, ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സാധാരണ പോയിന്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആണ് പോയിന്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. എസ്എഫ്എല്ലൊക്കെ നേരൊക്കെ അറിയില്ലേ ഇത് മൾട്ടിപ്ലൈ ചെയ്യാന്? ഒന്നുമില്ല, 8 × 8 പറഞ്ഞാല് 64 ആണ്. 8 × 2 പറഞ്ഞാൽ 16 ആണ്. 16ഉം 64ഉം 8 × 8 പറഞ്ഞാല് 8 × 2 16 ആണ്. 16ഉം 6ഉം 22. സോ 2ന് ഇഷ്ടം വരും അല്ലെ? 8 × 4 32 ആണ്. സോ 34 ആവും. 3 വരും. 8 × 6 48 ആണ്. സോ 51. പിന്നെ ഇവിടെ എത്ര പോയിന്റ്? 1 2 3 4 ഇത് കഴിഞ്ഞിട്ടാ പോയിന്റ് വരുന്നത്. സോ ഇവിടെ ദാ ഇങ്ങനെ എടുക്കും. സോ ഇതിന് ആൻസർ 5.1424 ആണ്. സോ നിങ്ങൾക്ക് ഹൈറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്കിത് മാർക്ക് ചെയ്യാം. ഇനി നിങ്ങളോട് ഹൈറ്റ് കാണാൻ പറഞ്ഞിട്ടില്ല, ചുമ്മാ ഏരിയ കാണാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഇവിടുന്ന് ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ ഹൈറ്റ് ആണ് 8 സൈൻ 40 എന്ന രീതിയിൽ ഇടുക. ഓക്കെ, എന്നിട്ട് എന്താക്കാം? ഏരിയ നമുക്ക് ഏരിയ കാണാനുള്ള ലൊക്കേഷൻ എന്താണ്? BH ആണ്. ഏരിയ എന്താണ്? സോ എങ്ങനെ വരും? ബി എന്താണ് ഇവിടെ? നെക്സ്റ്റ് വാട്ട് ഇസ് ബി? ബി എന്താണ് ഇവിടെ? ബേസ് എന്താണ്? ഈ പാരലോഗ്രാമിലെ ബേസ് എന്താണ്? 10. അപ്പം 10 × ഹൈറ്റ് നമുക്ക് എന്ത് കിട്ടി? ഹൈറ്റ് ഈ സംഭവം അല്ലേ, ഇത് എഴുതുക. എന്താണ്? 8 × സൈൻ 40. ഓക്കെ, അപ്പൊ 8ഉം 10ഉം നമുക്ക് ഗുണിച്ചൂടെ? എന്താണ് 8ഉം 10ഉം? 8ഉം 10ഉം ആണ് 80. 80 സൈൻ 40 എന്ന് വരും അല്ലെ? എന്നിട്ട് എന്താക്കാം? സ്റ്റെപ്പ് ചെയ്യാം. സൈൻ 40ന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 80 × സൈൻ 40 എന്താണ്? 0.6428. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ കിട്ടും അല്ലെ? സോ അത് × സെന്റിമീറ്റർ സ്ക്വയർ. അതേ സെന്റിമീറ്റർ സ്ക്വയർ, അതാണ് ആൻസർ. ഓക്കെ, ഇനിയിപ്പോ ഹൈറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കാം? ഇവിടുന്ന് തന്നെ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്താക്കും? ഹൈറ്റ് കിട്ടും. എന്നിട്ട് എന്താക്കാം? നേരെ 10 × ഈ ഹൈറ്റ് എന്നുള്ളത് ഇവിടെ എന്താക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞോ? നമ്മള് ഇവിടെ ഒരു എച്ച് നമ്മൾ ഇങ്ങനെ വാല്യൂ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു വാല്യൂ അല്ല നമുക്ക് കിട്ടുക. അധികത്തിലും വലിയൊരു പോയിന്റ് ഡെസിമൽ നമ്പർ ആണ് കിട്ടുക. ആ ഡെസിമൽ നമ്പറിൽ നമ്മൾ ഇവിടെ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ വീണ്ടും ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ 2 വട്ടം ചെയ്യുന്ന രീതിയിൽ നമുക്ക് വരും. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്താക്കുക? ഇവിടെ ജസ്റ്റ് ഇതിനെ 8 സൈൻ 40 എന്നാണെങ്കിൽ ഇവിടെ എന്തായാലും നമ്മൾ ഡെസിമലിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ചെയ്യുന്നില്ല. ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. പകരം അതിന് ഒറ്റ ഇതിൽ മാത്രം ചെയ്യുന്ന രീതിയിൽ എന്താക്കാം? നമുക്കത് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇന്നല്ല നിങ്ങളോട് പറയാണ് ഹൈറ്റ് എന്താന്ന് പറയുകയാണെങ്കിൽ ഇവിടെയും ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നമ്മള് ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനെ ജസ്റ്റ് ഫിഗർ തരത്തില്ല. ചിലപ്പോ ഫിഗർ തരും, ചിലപ്പോ ഫിഗർ തരാതെ പറയും. ഒരു പാരലോഗ്രാം ഉണ്ട്. 2 സൈഡുകൾ 10 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആണ്. അവ തമ്മിലുള്ള ആംഗിൾ 40 ഡിഗ്രി ആണ് എങ്കിൽ ആ പാരലോഗ്രാമിന്റെ ഏരിയ എന്താ? അങ്ങനെ വരും. അപ്പൊ നമ്മൾ അത് ഫിഗർ ഉണ്ടാക്കി വരച്ചിട്ട് ചെയ്യണം. ഓക്കെനോ? ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാരലോഗ്രാമോ അല്ലെങ്കിൽ ട്രയാങ്കിളോ റോംബസോ എന്തും ചോദിക്കാം.
ഇത് ഓക്കെ ആണോ? ആ ഓക്കെയാണ്. ഓക്കെ. സോ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ എന്നാല്, എന്നിട്ട് നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം അല്ലേ? ഓക്കെ. സോ എല്ലായിടത്തും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് 0 ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കാം. അപ്പൊ ഇതില് ട്രിഗണോമെട്രി വരുന്ന ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ ലാസ്റ്റ് നോക്കട്ടോ. ഇത് കോമൺ ആയിട്ട് വരുന്നില്ല, ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം കൂടി ഡിസ്കസ് ചെയ്യുന്നത്. അത് വരും കേട്ടോ, ക്വസ്റ്റ്യൻ വരും കേട്ടോ, പക്ഷെ ഇതിൽ എന്തായാലും നിർബന്ധമായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കഷൻ ഇവിടെ ഇപ്പം ചെയ്യാം. ഇതിന് അതിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ല. നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയാം, 0-1 നോക്കാം. ഈ ക്വസ്റ്റ്യൻ കണ്ടോ, 21ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, 21ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഇൻ എ ട്രയാങ്കിൾ എ ബി സി വി ഹാവ് എ ബി 11 സെന്റിമീറ്റർ, എ സി 8 സെന്റിമീറ്റർ, ആംഗിൾ എ 60 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഫ്രം എ ബി ടു സി. 2 മാർക്കാണ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പൊ ഇത് ഫിഗർ ഒന്നും തന്നിട്ടില്ല, നമ്മളോട് ഫിഗർ വരക്കാനാ പറഞ്ഞത്. ഓക്കെ, എന്നിട്ടാണ് കാണേണ്ടത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യന്? നമുക്ക് വരച്ചു നോക്കാം. എ ബി എന്താ തന്നത്? എ ബി തന്നത് 11 എ ബി വരച്ചു നോക്കാട്ടോ. എ ബി 11. പിന്നെന്താ തന്നത്? എ സി 8 ആണ്. ഓക്കെ, ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 11 വലിപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ട്രിയാങ്കിൾ. അപ്പൊ ഇതിനെ നമ്മൾ യോജിപ്പിക്കുകയാണ്. സോ ഇതാണ് ട്രിയാങ്കിൾ ആയിട്ട് വരുന്നത്. ഇതാണ് ട്രിയാങ്കിൾ. ഈ ട്രിയാങ്കിളിന്റെ ഏരിയ കാണാനാ പറഞ്ഞത്. ഏരിയ കാണാൻ എന്താ? ഹാഫ് പി എച്ച്. ഏരിയ ഹാഫ് പി എച്ച് അല്ലേ? ഹാഫ് പി എച്ച്. ബേസ് നമുക്ക് എ ബി ആയിട്ട് എടുക്കാം 11. എച്ച് എടുക്കാനും വേണ്ടി നമുക്ക് എന്താക്കും? ഇവന്നൊരു പെർപെൻഡിക്കുലർ വരക്കും. എന്നിട്ട് എന്താ എടുക്കേണ്ടത്? ഇതാണ് ഹൈറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഫ്രം എ ബി ടു സി. എ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഹൈറ്റ് കാണാം. അതായത് ഈ സി ഡിയുടെ ലെങ്ത് ആ കാണേണ്ടത്. അതെങ്ങനെ ഈസി ആയിട്ട് കിട്ടൂലേ? ഇത് ചെയ്യാൻ കഴിയില്ലേ എല്ലാവർക്കും? ഇങ്ങനെ നൈറ ഓക്കെ ആണോ? ഇത് ഞാൻ ബോർഡുമേൽ ചെയ്ത് തരണോ? വേണ്ട. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ കഴിയല്ലോ, നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ സി ഡി കിട്ടണമെങ്കിൽ ഇവിടെ എന്താ ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഇതാ എ സി ഡി എന്നുള്ള ട്രിയാങ്കിൾ ആണ്, റൈറ്റ് ട്രിയാങ്കിൾ ആണ്. അപ്പൊ എ സി എന്നുള്ള ഹൈപ്പോട്ടന്യൂസ് ആണ്, എച്ച് ആണ് ഓപ്പോസിറ്റ് ആണ് അല്ലെ? സോ സൈൻ 60 എടുക്കാം. എച്ച് ബൈ എ സി എന്ന രീതിയിൽ നമുക്ക് സൈൻ 60 കിട്ടും. ഓക്കെ, സോ എച്ച് പറഞ്ഞാൽ എന്താണ്? 8 × സൈൻ 60 എന്ന രീതിയിൽ നമുക്ക് ഹൈറ്റ് കിട്ടും. ഹൈറ്റ് കിട്ടിയാൽ നമുക്ക് ഏരിയ കണ്ടൂടെ? ഹാഫ് പി എച്ച്. ഹാഫ് ഇൻറ്റു ബി എന്ന 11 ആണ് നമുക്ക് കിട്ടിയ ഹൈറ്റ്. ഈസി അല്ലേ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ഇതും ട്രിഗണോമെട്രി ആണ്, പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല അത്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ നോക്കാം.
ഇത് കണ്ടോ 24 കണ്ടോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് സിമ്പിൾ അല്ലേ കാൽക്കുലേറ്റ് the area of triangle with the two sides 8 cm and 6 cm and the angle between 40 degree. Isabella, easy അല്ലേ ക്വസ്റ്റ്യൻ? ഒന്ന് 8 ആണ് ഒന്ന് 6 ആണ് ആംഗിൾ ബിറ്റ്വീൻ 40 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ ഇത് 8 ആണ് ഇത് 6 ആണ്. ബേസ് 8 കിട്ടുക. ഹൈറ്റ് കിട്ടുമെങ്കിൽ നമ്മൾ ഡോട്ടൽ ലൈൻ വരക്കും. അപ്പൊ sin 40 കിട്ടേണ്ടി വരും. ട്രിഗണോമെട്രി ടേബിൾ പോവും sin 40 കിട്ടുന്നു. ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്തിട്ട് h കിട്ടുന്നു ഏരിയ കിട്ടുന്നു. ഹാഫ് പി എച്ച് പറഞ്ഞിട്ട് ഏരിയ കിട്ടുന്നു. സിമ്പിൾ അല്ലേ? 3 മാർക്കിനാണ് ഇത് വരുന്നത്. ഓക്കെ ആണോ? പിന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. A triangle is to be drawn with one side 8 cm and angle at one of its end is 40 degree. What is the minimum length of the side opposite to this angle? So ഇതും നമുക്കിപ്പോ പഠിച്ചതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു ട്രയാങ്കിൾ വരക്കണം. ഒരു സൈഡ് എന്താണ് 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ആംഗിൾ അറ്റ് വൺ എൻഡ് ഈസ് എന്താ 40 ഡിഗ്രി ആണ്. ഇതെന്താണ് 40 ഡിഗ്രി ആണ്. നമുക്ക് 40 ഡിഗ്രി എന്ന് കൊടുക്കാം. ഇത് 40 ഡിഗ്രി ആണ്. ഇത് 8 സെന്റിമീറ്റർ ആണ്. വാട്ട് ഇസ് ദ മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് ആംഗിൾ? അതായത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇല്ലേ, ഏതായിരിക്കും ഓപ്പോസിറ്റ് വരുന്ന സൈഡ്? ഇവിടെ സൈഡ് ഉണ്ടാവും അല്ലെ? അതിന്റെ മിനിമം ലെങ്ത് എത്ര ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ബോർഡ് ഷെയർ ആണ്. ഇത് ക്വസ്റ്റ്യൻ ഇവിടെ മനസ്സിലായില്ലേ? ഒരു ട്രയാങ്കിൾ ഉണ്ട്, 8 സെന്റിമീറ്റർ ആണ്. അതിന്റെ എൻഡിലുള്ള ഒരു ആംഗിൾ 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ മിനിമം ലെങ്ത് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി? ഞാൻ ബോർഡിലേക്ക് മാറ്റാം കേട്ടോ. ബോർഡ് ഷെയർ ചെയ്യാണ്. ബോർഡ് കാണുന്നില്ലേ? ആ, അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ട്രയാങ്കിൾ ഉണ്ട്, 8 സെന്റിമീറ്റർ ആണ് ഇവിടെ എന്ത് വരുന്നത്, അതിന്റെ ലെങ്ത്, ഒരു സൈഡിന്റെ ലെങ്ത് വരുന്നത്. ഒരു എൻഡിലത്തെ ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ് 40 ഡിഗ്രി ആണ്. ഇതാണ് 40 ഡിഗ്രി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഇത് ട്രിയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ മൂന്നാമത്തെ സൈഡ് നമുക്ക് എങ്ങനെയൊക്കെ വരക്കാം? ഞാൻ പല രീതിയിൽ സൈഡ് വരക്കാം കേട്ടോ. മൂന്നാമത്തെ സൈഡ് ഒന്നെങ്കിൽ ഇങ്ങനെ വരക്കാം. അപ്പൊ ട്രിയാങ്കിൾ ആയോ? അപ്പൊ ഓക്കെ. അല്ലെങ്കിൽ എങ്ങനെ വരക്കാം? നമുക്ക് ഇങ്ങനെ വരക്കാം. വേറെ ട്രിയാങ്കിൾ ആയോ? ഇങ്ങനെ ചെറിയ ട്രിയാങ്കിൾ ആയില്ലേ അല്ലേ? പുതിയ ട്രിയാങ്കിൾ ഇട്ടില്ലേ? 2 ട്രിയാങ്കിൾ വെച്ചിട്ടില്ലേ? ഇപ്പൊ ഒരു ട്രിയാങ്കിൾ ഞാൻ മാർക്ക് ചെയ്യാം. ഇതിപ്പോ എ ആണ്, ഇതിപ്പോ ബി ആണ്, ഒന്ന് സി. എ ബി സി ആണോ ഒരു ട്രിയാങ്കിളാ? അതേപോലെ എ ബി ഡി ആണോ വേറെ ട്രിയാങ്കിളാ? രണ്ടിനും ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണ്, ആംഗിൾ 40 ഡിഗ്രി ആണ്. അങ്ങനെ 2 ട്രിയാങ്കിൾ നമ്മൾ വരച്ചു. ഇനി അതല്ല വേറെ ട്രിയാങ്കിൾ വരക്കാണ്. നമുക്ക് ഒന്നെങ്കിൽ എന്താക്കാം, ഇങ്ങനെ വരക്കാം, നേരെ താഴേക്ക് വരച്ചൂടെ? അല്ലെങ്കിൽ എന്താക്കാം, ഇങ്ങനെ വരക്കാം. എങ്ങനെ? ഈ ലെങ്ത് തന്നിട്ടില്ല, ഈ ഒർത്തോണ്ടായി കിടക്കുന്ന അതിന്റെ ലെങ്ത് എന്താന്ന് തന്നിട്ടില്ല ബേസിന്റെ. അപ്പൊ നമുക്ക് എങ്ങനെ വരക്കാം? വേണമെങ്കിൽ എന്താക്കാം, ട്രിയാങ്കിൾ ഇങ്ങനെ വരക്കാം. വരച്ചൂടെ? അങ്ങനെ പല ട്രിയാങ്കിളും വരക്കാൻ പറ്റും. ഏത്? ഇവർ തന്ന കണ്ടീഷൻ വെച്ചിട്ട്. ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണോ, ഈ ആംഗിൾ 40 ഡിഗ്രി ആണോ, അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം പല ട്രിയാങ്കിൾ വരക്കാൻ പറ്റും അല്ലേ? പറ്റുമോ? പറ്റും. ഓക്കെ, ഇനി ഇവരെന്താ പറഞ്ഞത്? ഇങ്ങനെ ട്രിയാങ്കിൾസില് ഈ 40 ഡിഗ്രിന് ഓപ്പോസിറ്റ് ആയുള്ള സൈഡ് ഏറ്റവും മിനിമം എത്രയാണ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഈ കേസില്
ഇവിടെ ഇപ്പൊ നമുക്ക് ഈ 40 ഡിഗ്രി ഓപ്പോസിറ്റ് ആയുള്ള ആംഗിൾ പറഞ്ഞാൽ നമുക്ക് കുറെ ഡോട്ട് ലൈൻസ് ആയിട്ടുള്ള കുറെ സൈഡുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലെ. അതിൽ ഏറ്റവും മിനിമം ഏതാ ഏറ്റവും മിനിമം? എപ്പോഴാ ഏറ്റവും മിനിമം ആവാ? AC ആണോ, AD ആണോ, AE ആണോ, AF ആണോ, AG ആണോ? ഏറ്റവും കുറവ് ഏതാണ്? AC ആണോ? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നത്? AC ആണോ, AD ആണോ, AE ആണോ, AF ആണോ, AG ആണോ? ഏതായിരിക്കും? ഒന്ന് ശരിക്കും നോക്കൂ. ക്വസ്റ്റ്യൻ ഒക്കെ പറയോ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ട്രിയാങ്കിൾ ഉണ്ട്, ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണ്, അതിന്റെ എൻഡിൽ ആംഗിൾ വരുന്നത് 40 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏറ്റവും മിനിമം ആവണമെങ്കിൽ എത്രയാണ് ആവേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവര് വെച്ച കണ്ടീഷൻ വെച്ചിട്ട്, അതായത് 8 സെന്റിമീറ്ററും ഈ സൈഡിലെ ആംഗിൾ 40 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് എന്താക്കാം, അങ്ങനെ കുറെ ട്രിയാങ്കിൾസ് നമുക്ക് വരക്കാം. അപ്പൊ ഇതിലത്തെ ട്രിയാങ്കിൾസ് നമ്മൾ വെച്ച ചില ട്രിയാങ്കിൾസ് ആണ് എന്ത്? ട്രിയാങ്കിൾ ABC, അതേപോലെ ട്രിയാങ്കിൾ AB, ഒരു എയും ബിയും ഒരു 2 വെർട്ടക്സ് ആണ്. പിന്നെ മൂന്നാമത്തെ വെർട്ടക്സ് ഇങ്ങനെ മാറ്റി കളിക്കാം. ABD സാറേ ബോർഡ് ആയിട്ടില്ല. ബോർഡ് കാണുന്നില്ല? ബോർഡാണല്ലോ. ആർക്കും കാണുന്നില്ല? ഒന്ന് എനക്കൊന്ന് കിട്ടായിട്ടൊന്ന് കയറൂ. അങ്ങനെ ട്രിയാങ്കിൾ AB ഉണ്ട്. പിന്നെ എന്തുണ്ട്? ട്രിയാങ്കിൾ, അങ്ങനെ കുറെ ട്രിയാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ട്രിയാങ്കിൾ ABF ഉണ്ട്, ട്രിയാങ്കിൾ ABJ ഉണ്ട്. അങ്ങനെ ഇനി ഇഷ്ടംപോലെ ട്രിയാങ്കിൾ നമുക്ക് എന്താ വരക്കാൻ പറ്റും അല്ലെ. ഇതിന് ഏറ്റവും മിനിമം ലെങ്ത് ഏതിനാണ്? AC-ക്കാണോ, AD-ക്കാണോ, AE-ക്കാണോ, AF-നാണോ, AG-ക്കാണോ? കണ്ടിട്ടുണ്ടോ തോന്നുന്നത്? AG ആണോ മിനിമം ലെങ്ത് തന്നെ? കുറച്ച് ലെങ്ത് AG-ക്കാണോ? നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഈ നമ്മള് റൂഫ് ഇല്ലേ, എന്നുള്ള റൂഫത്തെ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അവിടെ എന്തെങ്കിലും മാർക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അവിടെ എന്തെങ്കിലും ഒരു മാർക്ക് ഉണ്ട്. നമ്മളെ ഗ്രൗണ്ടിലില്ലേ കുറെ താഴെ നിലത്ത് കുറെ ആളുകൾ കുറെ കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, 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 ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കയ്യിൽ എന്തുണ്ട്? ബോൾ ഉണ്ട്. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ബോൾ ഉണ്ട്. ഇവരോട് പറഞ്ഞ എന്താണ്? അവരെ കൊണ്ട് ആ ബോൾ ഈ പോയിന്റിന് എറിയാനാ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിന് എറിയണമെങ്കിൽ ആർക്കാണ് ഏറ്റവും എളുപ്പം? ഇതിന് എക്കാണോ, ബിക്കാണോ, സിക്കാണോ, ഡിക്കാണോ, ഇക്കാണോ, എഫിനാണോ? ഏറ്റവും എളുപ്പത്തിൽ അതിനെ കൊള്ളിക്കാൻ കഴിയുന്നത് ആരാണ്? എഫിനാണോ? ആർക്കാ? ബി. നേരെ താഴെയുള്ളവന് അല്ലെ, അവന് കുറച്ച് ദൂരം പോയാൽ മതി അല്ലേ? അത് മനസ്സിലായോ? എഫിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ ഇഷ്ടംപോലെ കുറെ ദൂരം പോവാണ്ട്, കുറെ ദൂരം എറിയാനുണ്ട് അല്ലെ. പക്ഷെ കറക്റ്റ് താഴെയുള്ളവൻ എന്താക്കാം? നേരെ മുകൾക്കാണ് ഇട്ടാൽ മതി അല്ലെ. അത് ഏറ്റവും കുറഞ്ഞ ദൂരം അതാണ്. അപ്പൊ ഇവിടെ എന്താണ്? അതേപോലെ തന്നെയാണ് ഇത്. ഇവിടെ ഏറ്റവും കുറഞ്ഞ ദൂരം പറഞ്ഞാൽ നേരെ താഴെയുള്ളത്. ഓക്കെ, അതായത് ഈ നമ്മൾ താഴെ വെച്ച ഈ ലൈനില്ലേ, ബിന്ന് ഇങ്ങനെ വെച്ച ഹൊറിസോണ്ടൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയുള്ള ലൈൻ, അതായിരിക്കും ഏറ്റവും മിനിമം ഡിസ്റ്റൻസ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത്ഭുതപ്പെടേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ കാണേണ്ടത്? ഇങ്ങനെ കാണാൻ നമ്മൾ ഇങ്ങനെ ട്രിയാങ്കിൾ വരയ്ക്കുക. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയി ഈ സൈഡ് കണ്ടാൽ മതി. ഇതാണ് മിനിമം ലെങ്ത്. AE എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? ആ ട്രിയാങ്കിൾ ഞാൻ ഒന്നുകൂടി വരയ്ക്കാണ്. AE എങ്ങനെ കിട്ടും? ഇതിന്ന് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇത് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ AE കിട്ടണമെങ്കിൽ എന്തെടുക്കണം? എന്തെടുക്കണം? Sin 40. Sin 40 എടുക്കണം. വെരി ഗുഡ്. ഇപ്പൊ sin 40 എടുക്കുമ്പോൾ എന്തായാലും sin 40 നമുക്ക്, അതായത് ട്രിയാങ്കിൾ ABE നോക്കുക, ട്രിയാങ്കിൾ AB നോക്കുക, ഇതിൽ sin 40 എടുക്കുക. sin 40 നമുക്ക് എങ്ങനെ എഴുതാ? AE by AB അല്ലെങ്കിൽ AE by AB എന്ന് വെച്ചാൽ AE by AB എന്ന് എഴുതാം. സോ അതായത് sin 40 is equal to AE, നമുക്ക് കാണേണ്ട AE by AB എന്താണ്? AB 8 സെന്റിമീറ്റർ അല്ലെ. ഇങ്ങനെ എഴുതാം. സോ വാട്ട് വിൽ ബി ദ AE? എന്തായിരിക്കും? 8 ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ 8 into sin 40. 40ന്റെ സൈഡ് നമുക്ക് ട്രിഗണോമെട്രി ടേബിളിൽ നിന്ന് കാണാമല്ലോ. അതിന്റെ 8 നമുക്ക് ചെയ്യാമല്ലോ. സോ എയുടെ ഇത് കിട്ടൂലേ?
ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് കേട്ടോ. സിമ്പിൾ അല്ലേ? ഇപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്താ കൺഫ്യൂഷൻ ആവും, ഇതിപ്പോ എങ്ങനെ ചെയ്യാ അല്ലെ? അത് വളരെ സിമ്പിൾ ആണ്. ഇതിന് നേരെ ഒരു ട്രിയാങ്കിൾ ഇങ്ങനെ ഒരു ട്രിയാങ്കിൾ ഇത് നേരെ പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക. അതായത് ആ റൈറ്റ് ആംഗിളിൽ അതിന്റെ ഓപ്പോസിറ്റ് കാണാം, അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഒന്ന് നോട്ട് ചെയ്തോളൂ. നമുക്ക് ഇതിൽ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇതെന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരും കേട്ടോ. ഒന്നെങ്കിൽ ഇങ്ങനെ ട്രിയാങ്കിൾ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം, അതിന്റെ ഏരിയ എന്തായാലും വരും. പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഇപ്പൊ ടവറിന്റെ മുകളിൽ നിന്ന് ഷിപ്പ് നോക്കുന്നു, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്നു, അങ്ങനെ ബിൽഡിങ്ങും അവരും നമ്മളെ ദൂരം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അത് ഇമ്പോർട്ടന്റ്, അതെന്തായാലും ചോദിക്കും.